എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് മുതൽ ജൂലൈ 17-ാം തീയതി വരെ നടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റിലെ ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ, അതല്ലെങ്കിൽ മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകിക്കൊണ്ട് നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. റിസൾട്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സെലക്ഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിൽ അവിടെ കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് യുവർ റാങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറോ നൽകി ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകി ഈ ഒരു ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റിനായിട്ടുള്ള ആ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ളത് ഇവിടെ ലാസ്റ്റ് ഇൻഡെക്സ് ഇൻ അലോട്ട്മെൻറ്റ് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ, അതായത് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളുടെ ആ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് സ്കോർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുകയും അതുപോലെ തന്നെ നോഡൽ പോളിടെക്നിക് കോളേജിൽ ആ ഒരു ജില്ലയിലെ പോളിടെക്നിക് കോളേജ് ഏതാണ്, അതുപോലെ തന്നെ ഡിപ്ലോമ പ്രോഗ്രാം ഏതാണ്, അതുപോലെ തന്നെ ഏത് കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വിദ്യാർത്ഥികളുടെ, അതായത് ആ ഒരു കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ആ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഓരോ കോളേജിലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ജോയിൻ ചെയ്യാതിരുന്നാൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.